മലയാളിയായ നമ്മുടെ നാടിൻ്റെ ഓരോ ജീവനായിട്ട് പ്രവർത്തിക്കുന്ന കർഷകർക്ക് ഒരഭിമാനമാകാവുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്ന കർഷകരെ ധിക്കരിച്ചുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം അത്ര ശുഭകരമല്ല എന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആലപ്പുഴയിലെയും മാവേലിക്കരയിലെയും പാലക്കാട്ടെയും എല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഫലം കുറച്ചെങ്കിലും കർഷകർ കാണിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു ശുഭസൂചനയാണ്. ഇനി അത് ഞങ്ങളിൽ നിന്നും ആവർത്തിക്കുവാൻ ഇനിയും ഇലക്ഷൻ വരും സർക്കാരെ എന്ന് മാത്രമേ ഈ തരുണത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഞങ്ങളുടെ കയ്യിലും വോട്ടുണ്ട്, വോട്ടുള്ള കർഷകരാണ് ഇവിടെ ഇരിക്കുന്നവർ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇതിലെല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്, എല്ലാ മതവിഭാഗത്തിലുള്ളവരുമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കർഷകരുടെ നന്മ. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷം ആണ് ജയസൂര്യയും എൻ്റെ പ്രിയ സുഹൃത്തായ ജയസൂര്യയും കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞ ഈ ഉള്ളവനെയൊക്കെ ക്രൂശിക്കപ്പെടേണ്ട അവസ്ഥകളുണ്ടായത്. അതിന് കാരണം അന്ന് നമ്മുടെ ഓണസമയത്ത് പോലും ഏതാണ്ട് 35,000-ഓളം വരുന്ന കർഷകർക്ക് നെല്ലിൻ്റെ പൈസ കിട്ടാതെ വന്നപ്പോൾ എൻ്റെ സുഹൃത്തായ ജയസൂര്യ എൻ്റെ അടുത്ത് പറയുന്നു, ചേട്ടാ ഞാൻ ഇതുപോലെ ഒരു കർഷകരുടെ ഒരു പരിപാടിക്ക് പോകുന്നുണ്ട്, എന്തൊക്കെയാ പ്രശ്നം ചേട്ടാ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഓണത്തിന് ഉപവാസം ഇരിക്കാൻ പോവാണ്, പൈസ കിട്ടാനുണ്ട് കാര്യങ്ങൾ. അദ്ദേഹം കൃഷിമന്ത്രിയും വ്യവസായ മന്ത്രിയും ഇരിക്കുന്ന വേദിയിൽ അവരോട് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് മന്ത്രി പറഞ്ഞു ചെറുപ്പക്കാരും ഈ കൃഷിയിലേക്ക് വരുന്നില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജയസൂര്യ പറഞ്ഞ വാക്കിതാണ്, എങ്ങനെ വരും സാർ, സ്വന്തം അച്ഛനും അമ്മയൊക്കെ ഓണത്തിന് പോയി ഉപവാസം ഇരിക്കുന്ന ഒരു മേഖലയിലേക്ക് ചെറുപ്പക്കാരെങ്ങനെ കടന്നു വരും? അതുകൊണ്ട് എൻ്റെ സുഹൃത്തായ കൃഷ്ണപ്രസാദും അവരോടൊപ്പമുള്ള കർഷകരും ഓണത്തിന് കുമ്പിളിൽ കഞ്ഞി എന്നുള്ള രീതിയിൽ ഉപവാസം ഇരിക്കുന്ന വേദി കാണുമ്പോൾ എങ്ങനെ ഇതിലേക്ക് വരും എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്ന കാര്യത്തിലേക്ക് എങ്ങനെ ചെറുപ്പക്കാർ വരുമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് കർഷകർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ ജയസൂര്യയെ എത്രമാത്രം പൊങ്കാലയിട്ടെന്ന് എൻ്റെ മുന്നിലുള്ള മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം, പാവം പിടിച്ച കർഷകരെയൊക്കെ ഇപ്പോഴും അറിയില്ല. അന്നാണ് ഞാൻ ഒരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നത്, എനിക്ക് പൈസ കിട്ടി, കൃഷ്ണപ്രസാദിന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃഷ്ണപ്രസാദിന് പൈസ കിട്ടിയത് 5 മാസം കഴിഞ്ഞാണ്, പക്ഷെ എൻ്റെ പൈസ കിട്ടുന്നത് ബാങ്ക് വായ്പയായിട്ടാണ് എനിക്ക് ലഭ്യമാക്കിയത്. പാവം പിടിച്ച കർഷകർ പൈസ കിട്ടാൻ ബാങ്കിൽ ചെന്ന് നിൽക്കുമ്പോൾ, നെല്ല് കൊടുത്തിട്ട് 4-5 മാസം കഴിഞ്ഞ് അവൻ കൈകൂപ്പി നിൽക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ഫയൽ കൊടുത്തിട്ട് അവിടെ എല്ലാം ഒപ്പിടാൻ പറയുമ്പോൾ ആ ഒപ്പിടുന്നതെല്ലാം ഒരു വായ്പയ്ക്കുള്ള രേഖകളിലാണെന്നുള്ളത് ഈ പാവം പിടിച്ച കർഷകർക്ക് എത്ര പേർക്കറിയാം?